നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിൽ നമ്മൾ ഒരുപാട് റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു. എന്നാൽ അതിലേറ്റവും ശ്രദ്ധേയമായ റിപ്പോർട്ടുകളിൽ ഒന്നാണ് ഷെമിയുടെ തുറന്നു പറച്ചിൽ. കൂട്ടക്കൊല നടന്ന വെഞ്ഞാറമൂട് സംഭവത്തിലെ പ്രതി അഫാൻ്റെ മാതാവ് ഷെമിയുടെ വെളിപ്പെടുത്തൽ തന്നെയാണ് ഏറ്റവും വലിയ വാർത്ത. ഈ സംഭവത്തിൽ ഇപ്പോൾ അഫാനെതിരെ കിട്ടിയിരിക്കുന്ന ഏറ്റവും ശക്തമായ മൊഴി. മാതാവ് ഷെമി ഇത്തരത്തിൽ മൊഴി മാറ്റുമെന്ന് നേരത്തെ പോലീസ് കരുതിയിരുന്നില്ല. എന്നാൽ അതിശക്തമായ സമ്മർദ്ദമാണ് ഷെമിക്ക് മേൽ പോലീസ് ചെലുത്തിയത്. ഒരു വശത്ത് പോലീസ്, മറുവശത്ത് ഷെമിയുടെ ഭർത്താവ് റഹീം. കിളിമാനൂർ CI B ജയൻ ചൊവ്വാഴ്ച രാത്രി ഷെമിയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തി. മൊഴിയെടുക്കുന്നതിന് മുൻപ് പോലീസ് ഷെമിയോട് പറഞ്ഞു, ഇളയ മകൻ മരിച്ചു, മൂത്ത മകൻ ജയിലറയ്ക്കുള്ളിലാണ്, ഇനി അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള സാധ്യത പോലുമില്ല. റഹീം എന്ന സ്നേഹനിധിയായ ഭർത്താവിനൊപ്പം നിൽക്കണം, അതുകൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ തുറന്നു പറയണം. ഒടുവിൽ തന്നെ ആക്രമിച്ചത് അഫാൻ തന്നെയെന്ന് ഷെമി പോലീസിന് മുന്നിൽ തുറന്നു സമ്മതിച്ചു. ഒപ്പം റഹീമിന് മുന്നിലും. ഇതുവരെ സ്വന്തം ഭർത്താവിൻ്റെ അടുക്കൽ പോലും ഷെമി സത്യം തുറന്നു പറഞ്ഞിരുന്നില്ല. ഉമ്മ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് പിന്നിൽ നിന്ന് ഷാൾ കൊണ്ട് കഴുത്തു ഞെരിച്ചു. ഇതോടെ എൻ്റെ ബോധം നഷ്ടപ്പെട്ടു. ബോധം വന്നപ്പോൾ പോലീസുകാർ ജനൽ തകർക്കുന്നതാണ് താൻ കണ്ടത്. ഇതായിരുന്നു ഷെമിയുടെ മൊഴി. കട്ടിൽ നിന്ന് വീണ് പരിക്ക് പറ്റിയതാണ്, എഴുന്നേറ്റപ്പോൾ വീണ്ടും താഴേക്ക് വീണ് കൂടുതൽ പരിക്ക് പറ്റി എന്ന ഷെമിയുടെ ആവർത്തിച്ചുള്ള മൊഴി. ഈ മൊഴിയാണ് അടിമുടി മാറ്റി ഇപ്പോൾ സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ മൊഴിക്കൊപ്പം നടക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി ഷെമി നടത്തിയിരുന്നു. ഭർത്താവ് അറിയാതെ തനിക്ക് 35 ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ട്. തിരിച്ചും മറിച്ചുമൊക്കെ ചില സാമ്പത്തിക ഇടപാടുകൾ നടത്തിയാണ് ഈ കടം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. സംഭവ ദിവസം 50,000 രൂപയുടെ വളരെ അത്യാവശ്യമുണ്ട് ഒരാൾക്ക് കൊടുത്തു തീർക്കാൻ. അതിനുവേണ്ടി തട്ടത്തുമലയിൽ ഒരു ബന്ധുവിൻ്റെ അടുക്കൽ പോയി. അവിടെ പണം ചോദിച്ചപ്പോൾ ഞങ്ങളെ ശരിക്കും അധിക്ഷേപിച്ചു. ഈ അധിക്ഷേപം അഫാന് സഹിക്കാൻ കഴിഞ്ഞില്ല. തിരിച്ചു വന്നപ്പോൾ അവനാകെ അസ്വസ്ഥനായിരുന്നു. എന്നാൽ അതിനു മുൻപ് തന്നെ ആത്മഹത്യ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. ഇതിനുവേണ്ടി ഇളയ മകനുമൊത്ത് താൻ യൂട്യൂബ് വീഡിയോകൾ സെർച്ച് ചെയ്തിരുന്നുവെന്നാണ് ഷെമി ഇപ്പോൾ പോലീസിന് നൽകിയ മൊഴി. ഇക്കാര്യം അഫാനും അറിയാം. ഒരുമിച്ച് മരിക്കാൻ അഫാനും സമ്മതമായിരുന്നു. ഇതിനിടയിൽ ഷെമി പണം കടം വാങ്ങി തിരികെ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചില പരാതികൾ പോലീസിന് മുന്നിലെത്തുന്നു. ഇപ്പോഴത്തെ ഒരു ബന്ധു പാങ്ങോട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നു. പരാതിക്കാരിയെ വ്യാഴാഴ്ച രാവിലെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചുവെന്നാണ് പാങ്ങോട് SI വിജിത് V നായർ പറയുന്നത്. 7 വർഷത്തിന് ശേഷം ഉമ്മയും ജ്യേഷ്ഠനും ജ്യേഷ്ഠ ഭാര്യയും തൻ്റെ ഇളയ മകനും മരിച്ചുവെന്നറിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചെത്തിയ റഹീം. അന്ന് നാട്ടിലെത്തിയ റഹീം നേരെ പോയത് ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ്. അവിടെ ചികിത്സയിൽ കഴിയുന്ന ഷെമിയുടെ മുഖത്തേക്ക് റഹീം നോക്കി. ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഏറെ നേരം നോക്കിക്കിടക്കുകയായിരുന്നു അന്ന് ഷെമി ചെയ്തത്. വേദനകൾക്കിടയിൽ ഷെമി ഒരു കാര്യം മാത്രം ഭർത്താവിനോട് ചോദിച്ചു, തൻ്റെ ഇളയ മകൻ എവിടെ? അഫ്സാനെ കണ്ടു, പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ് എന്ന് റഹീം അന്ന് ഷെമിയോട് പറഞ്ഞു. അതുമാത്രമായിരുന്നു ഷെമിക്ക് അറിയേണ്ടത്. മൂത്ത മകൻ എവിടെയെന്ന് പോലും അന്ന് അന്വേഷിച്ചില്ല. ഭർത്താവിനെക്കുറിച്ച് പോലും ഒരു വാക്ക് അന്ന് ഷെമി ചോദിച്ചതേയില്ല. എന്താണ് നിനക്ക് പറ്റിയത് എന്ന് ഭർത്താവ് ആവർത്തിച്ച് ഷെമിയോട് ചോദിക്കുന്നു. എന്നാൽ മൂത്ത മകൻ്റെ ആക്രമണത്തിലാണ് തനിക്ക് പരിക്ക് പറ്റിയത് എന്ന് ഭർത്താവിനോട് പോലും അവർ തുറന്നു പറഞ്ഞില്ല. പൊന്നുപോലെ വളർത്തിയ ഇളയ മകനെ നഷ്ടമായ വിവരം റഹീമും ഭാര്യയെ ആ ഘട്ടത്തിൽ അറിയിച്ചിരുന്നില്ല. പരസ്പരം ഒന്നും പറയാനാകാതെ ഇരുവരും ചെലവിട്ടത് മണിക്കൂറുകൾ. ഒടുവിൽ വിങ്ങിപ്പൊട്ടിയാണ് റഹീം ആശുപത്രിയിൽ നിന്നിറങ്ങിയത്. തനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ആ പിതാവ് തിരിച്ചറിഞ്ഞ നിമിഷം. മൂത്ത മകൻ ജയിലഴിക്കുള്ളിലേക്ക് പോകുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കിയ പിതാവ് ഇളയ മകനെയും തനിക്ക് നഷ്ടപ്പെട്ടല്ലോ എന്നോർത്ത് പൊട്ടിക്കരഞ്ഞുപോയ നിമിഷങ്ങൾ. സൗദിയിലെ ദമാമിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ രാവിലെ 8 മണിയോടെയായിരുന്നു റഹീം തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത്. വിമാനത്താവളത്തിൽ നിന്ന് നേരെ മകൻ്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഭാര്യയെ കാണാനായി അദ്ദേഹം ഓടിയെത്തി ആശുപത്രിയിൽ. പിന്നീട് തൻ്റെ ഇളയ മകനും അമ്മയും സഹോദരനും സഹോദരൻ്റെ ഭാര്യയും അന്ത്യവിശ്രമം കൊള്ളുന്ന താഴെപ്പാങ്ങോട്ടെ ഖബറിടത്തിലേക്ക് അദ്ദേഹം പോയി. അഫ്സാൻ്റെ ഖബറിലാണ് കൂടുതൽ സമയം ചെലവഴിച്ചത്. ഓരോ ബന്ധുക്കളെത്തി ആശ്വസിപ്പിക്കുമ്പോഴും പൊട്ടിക്കരയുകയായിരുന്നു ആ പ്രവാസി. എന്താണ് നടന്നത് എന്ന് തിരിച്ചറിയാനാവാതെ ആ പ്രവാസിയുടെ മുന്നിലാണ് ഇടുത്തി പോലെ ഒരു പുതിയ വിവരം വന്നലയ്ക്കുന്നത്. ഭർത്താവ് അറിയാതെ 35 ലക്ഷം രൂപയുടെ ഇടപാട്.
പോലീസ് റഹീമിനെയും സമ്മർദ്ദത്തിലാഴ്ത്തി. ഷെമിയോട് ചോദിച്ച് ഈ പണം എന്തിനാണ് വാങ്ങിയതെന്നും എന്തുപയോഗത്തിനാണ് ഇത് ചെലവാക്കിയതെന്നും മനസ്സിലാക്കണമെന്ന് റഹീമിനോട് പോലീസ് പറഞ്ഞു. എന്നാൽ 1-2 വട്ടം ഭാര്യയോട് ചോദിച്ചപ്പോൾ ഷെമി ഉത്തരം പറഞ്ഞില്ല. ഒടുവിൽ പുറത്തേക്ക് ഇറങ്ങി പൊട്ടിക്കരഞ്ഞ് റഹീം മറ്റുള്ളവരോടും ബന്ധുക്കളോടും പറഞ്ഞു, ഇനി ആ 35 ലക്ഷം രൂപയുടെ കണക്ക് വിടാം. ഇനി എന്തായാലും ആ ചോദ്യം ചോദിച്ച് അവളെ താൻ വേദനിപ്പിക്കുന്നില്ല. ഒരു വശത്ത് സാമ്പത്തിക പ്രതിസന്ധിയിലായ റഹീം, മറുവശത്ത് യാത്രാരേഖകളുടെ ചില പ്രശ്നങ്ങൾ. അതുകൊണ്ട് തന്നെ 7 വർഷത്തോളം പ്രവാസിയായി ജീവിക്കേണ്ടി വന്ന റഹീം ഒടുവിൽ നാട്ടിലെത്തിയപ്പോൾ തൻ്റെ ഭാര്യ പോലും തന്നെ മറച്ചുവെച്ച് 35 ലക്ഷം രൂപയുടെ ഇടപാട് നടത്തിയെന്നും സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ സ്വന്തം കുടുംബം പൂർണ്ണമായി ആത്മഹത്യക്കൊരുങ്ങിയെന്നുമുള്ള വാർത്തകൾ. കൂട്ടക്കൊല വിവരമറിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ റഹീം മാധ്യമപ്രവർത്തകരോടന്ന് തീർത്തു പറഞ്ഞു, ഇല്ല, തനിക്ക് തൻ്റെ മൂത്ത മകനെ ഇനി കാണേണ്ട. അവനെ കാണാൻ ഒരവസരമുണ്ടായാൽ പോലും താൻ അവൻ്റെ മുഖത്ത് നോക്കില്ല. പിന്നീട് മാധ്യമങ്ങൾ പലപ്പോഴും റഹീമിനെ സമീപിച്ചിരുന്നു. അപ്പോഴൊന്നും മകനെ കാണാനോ അവൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ റഹീം യാതൊരുവിധ താല്പര്യവും കാട്ടിയില്ല. തൻ്റെ കുടുംബം തകർത്തവനാണ് മൂത്ത മകൻ എന്നതായിരുന്നു റഹീമിൻ്റെ പ്രതികരണം. എന്നാൽ ഇതിന് നേർ വിപരീതമായിരുന്നു ഷെമിയുടെ പല വാക്കുകളും. തൻ്റെ മകനെ ജയിലിൽ നിന്നിറക്കാൻ സഹായിക്കണമെന്ന അഭ്യർത്ഥനയുമായി അഫാൻ്റെ മാതാവ് ഷെമി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞിരുന്നു. മകൻ്റെ കൊലപാതക ശ്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തുടർ ചികിത്സയിൽ കഴിയുന്ന ഷെമിയെ വെഞ്ഞാറമൂട് കുറ്റിമൂട് പ്രവർത്തിക്കുന്ന സംരക്ഷണ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയവരോട് തൻ്റെ മകനെ രക്ഷിക്കാൻ സഹായിക്കണമെന്നൊക്കെ ആദ്യം ഷെമി ഉച്ചത്തിൽ പറഞ്ഞിരുന്നു. അതേ ഷെമി ഇതാ പോലീസിൻ്റെയും റഹീമിൻ്റെയും ഒക്കെ മുന്നിൽ സത്യങ്ങൾ തുറന്നു പറയുന്നു. എന്നാൽ എല്ലാ സത്യവും തുറന്നു പറയാൻ ഇപ്പോഴും അവർ ഭയക്കുകയാണ്. 35 ലക്ഷം രൂപയുടെ ഇടപാടുകൾ എന്തുകൊണ്ടവർ ഇപ്പോഴും മറച്ചു വയ്ക്കുന്നു? അതുകൊണ്ട് തന്നെ കേരളത്തിന് ചില സംശയങ്ങളുണ്ട്. രാത്രികാലങ്ങളിൽ അഫാൻ ബൈക്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ കറങ്ങുന്നുണ്ടായിരുന്നു എന്ന നാട്ടുകാരുടെ വാക്കുകൾ. അഫാൻ എവിടേക്കായിരുന്നു പോയിരുന്നത്? എന്തൊക്കെയായിരുന്നു ഇവരുടെ ഇടപാടുകൾ? ഈ 35 ലക്ഷം രൂപ മറ്റെന്തെങ്കിലും ഇടപാടുകൾക്ക് ഇവർ ഉപയോഗപ്പെടുത്തിയോ? റഹീം അറിയാതെ എന്തിനാണ് ഇത്ര വലിയ തുക ഷെമിയും മകനും കൂടി പൊടിച്ചത്? തനിക്ക് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു എന്ന് ഷെമി ആവർത്തിച്ച് പോലീസിനോട് പറയുന്നു. എന്നാൽ ഭർത്താവ് അറിയാത്ത എന്ത് സാമ്പത്തിക ബാധ്യത എന്ന ചോദ്യത്തിന് അവർക്ക് ഉത്തരമില്ല. കൂട്ടക്കൊലക്കേസിൽ പ്രതിയായ മകൻ അഫാനെ സംഭവത്തിന് ശേഷം പിതാവ് ഇക്കഴിഞ്ഞ ദിവസം കണ്ടു. 4 മീറ്റർ അകലെ നിന്ന് ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്കിൽ നിർത്തിയിട്ടിരുന്ന പോലീസ് ജീപ്പിൽ ഇരിക്കുകയായിരുന്ന അഫാൻ പേരുമലയിലെ തെളിവെടുപ്പിന് അഫാനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന യാത്രയിൽ മകനെ കാണേണ്ട എന്നു പറഞ്ഞ പിതാവ് പക്ഷെ മകനുമായി പോകുന്ന പോലീസ് ജീപ്പിലേക്ക് നോക്കി നിന്നു. ആ ഗതാഗതക്കുരുക്ക് മാറുന്നതുവരെ ജീപ്പിലിരുന്ന മകൻ്റെ മുഖം കുനിഞ്ഞു തന്നെ ഇരുന്നു. ക്രൂരമായ കൊലപാതകങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ആസൂത്രണം നടന്നുവെന്ന് വ്യക്തമാണ്. ഒരുപക്ഷെ പലതും ഇപ്പോഴും ഒളിപ്പിച്ചു വയ്ക്കുകയാവാം അഫാൻ്റെ മാതാവ് ഷെമി. ആ കുറ്റബോധം തന്നെയാവാം തുടക്കം മുതൽ അഫാന് വേണ്ടിയുള്ള അവരുടെ വാദം. ഒടുവിൽ തനിക്ക് 2 മക്കളുടെയും സഹായമില്ല, ഭർത്താവ് മാത്രമാണ് മുന്നിലുള്ളത് എന്ന് മനസ്സിലാക്കിയ ഷെമി അതുകൊണ്ട് തന്നെയാവാം തനിക്ക് തെറ്റുപറ്റി എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.